BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. നമസ്കാരം, M5 ലൈവിലേക്ക് സ്വാഗതം. എക്സാലോജിക് മാസപ്പടി കേസിൽ അന്വേഷണം നേരത്തെ M5 ലൈവ് സൂചിപ്പിച്ച മാതിരി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനിലേക്കും ഉടമ വീണയുടെ ഭർത്താവും മുൻ മന്ത്രിയും MLA-യുമായ മുഹമ്മദ് റിയാസിലേക്കും എത്താൻ സാധ്യത. എക്സാലോജിക് സൊല്യൂഷൻസ് ഓഫീസ് വിലാസം മാത്രമാണ് ബാംഗ്ലൂരിൽ നൽകിയിട്ടുള്ളത്. സ്ഥാപനത്തിന്റെ സ്ഥിരം മേൽവിലാസമായി നൽകിയിട്ടുള്ളത് CPM ഓഫീസായ AKG സെന്ററാണ്. ഇതാണ് പാർട്ടി കേന്ദ്രങ്ങളിലേക്കും നേതൃത്വത്തിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പ്രേരിപ്പിക്കുന്നത്. 2 തവണ വീണ കൊച്ചി എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ ഹാജരായി ചോദ്യം ചെയ്യലിന് വിധേയമായെങ്കിലും മൊഴികളിൽ വലിയ പൊരുത്തക്കേടാണ് എൻഫോഴ്സ്മെന്റ് വിഭാഗം കണ്ടെത്തിയിട്ടുള്ളത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ചോദ്യം ചെയ്തപ്പോൾ നൽകിയ മൊഴികളല്ല വീണ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ചോദ്യം ചെയ്യലിൽ വീണയോടൊപ്പം അഭിഭാഷകൻ ഉണ്ടായിരുന്നു. അഭിഭാഷകന്റെ സാന്നിധ്യത്തിലായിരുന്നു വീണ മൊഴി നൽകിയത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുമ്പാകെ അഭിഭാഷകൻ ഇല്ലാതെ ഹാജരായ വീണ പല ചോദ്യങ്ങൾക്കും അറിയില്ലെന്നും ഓർമ്മയില്ലെന്നും ഉള്ള മൊഴിയാണ് നൽകിയത്. വീണ അറിയാതെയാണ് സാമ്പത്തിക ഇടപാടുകൾ നടന്നതെന്ന നിഗമനത്തിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഇടപാടുകൾക്ക് പിന്നിൽ അതിശക്തരായ ആളുകൾ ഉണ്ടെന്ന് തന്നെയാണ് അവരുടെ നിഗമനം. എക്സാലോജിക്കിന്റെ സ്ഥിരം മേൽവിലാസം CPM ആസ്ഥാനമായ AKG സെന്റർ ആയത് വലിയ സംശയം തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസ് ഒരു വിവാദ കമ്പനിയുടെ ആസ്ഥാനമായി മാറിയത് എന്ന കാര്യത്തിൽ സമാധാനം പറയേണ്ട അവസ്ഥയിലേക്കാണ് സംസ്ഥാനത്തെ CPM നേതൃത്വം എത്തിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസും വീണയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് വീണ അറിയാതെ നടന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും അന്നത്തെ മുഖ്യമന്ത്രി ഉൾപ്പെട്ടതായിരിക്കും എന്ന നിഗമനത്തിൽ ആണ് അന്വേഷണം നീങ്ങുന്നത്. ആ വഴിക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്ന കാര്യം പരിഗണനയിലുണ്ടെന്നാണ് സൂചന. ഏതായാലും വരും ദിവസങ്ങളിൽ വളരെ ശക്തമായ വിവാദത്തിലേക്ക് മാസപ്പടി കേസ് നീങ്ങാനുള്ള സാഹചര്യമാണ് കാണുന്നത്. വീണയുടെ വ്യക്തിഗത അക്കൗണ്ടിൽ നിന്ന് മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടിലേക്ക് പണം പോയിട്ടുണ്ടോ എന്ന കാര്യവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നുണ്ട്. 2020 ജൂൺ 15-നാണ് വീണയും റിയാസും വിവാഹിതരായത്. 1 ലക്ഷം രൂപ മൂലധനത്തിൽ വീണയുടെ പൂർണ്ണ ഉടമസ്ഥതയിൽ 2014-15 വർഷമാണ് എക്സാലോജിക്ക് ആരംഭിച്ചത്. ഭാര്യയുടെ പെൻഷൻ കിട്ടിയ പണമാണ് എക്സാലോജിക്കിൽ നിക്ഷേപിച്ചതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് വ്യക്തമാക്കിയിരുന്നത്. തുടർന്ന് 2017-19 വർഷങ്ങളിൽ കമ്പനി ഗണ്യമായ വരുമാനം നേടിയെന്നാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുള്ളത്. ശശിധരൻ കർത്തായുടെ CMRൽ നിന്ന് 2.78 കോടി രൂപയാണ് വീണ കൈപ്പറ്റിയത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ച 134 രേഖകളാണ് അന്വേഷണം റിയാസിലേക്കും പിണറായിയിലേക്കും തിരിയാൻ കാരണമാകുന്നത്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.